ഹായ് ഫ്രണ്ട്സ്, R4iലേക്ക് സ്വാഗതം. കഴിഞ്ഞ ആഴ്ചയിലെ മാർക്കറ്റ് ഒരു വോളറ്റൈൽ സെഷനിലൂടെ കടന്നുപോയിട്ട് ഓവറോൾ നമ്മൾ നോക്കുമ്പോൾ നെഗറ്റീവിലാണ് കഴിഞ്ഞ ആഴ്ച ബെഞ്ച് മാർക്ക് ഇൻഡെക്സുകൾ ക്ലോസ് ചെയ്തത്. അപ്പോൾ US ഫെഡറൽ റിസർവിൻ്റെ ആ റേറ്റ് കട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു പോസിറ്റീവായിട്ടുള്ള ഗ്ലോബൽ സെൻറ്റിമെൻറ്റ്സ് അത് കാരണം നമ്മൾ കഴിഞ്ഞ ലാസ്റ്റ് രണ്ട് ട്രേഡിംഗ് സെഷനിൽ പോസിറ്റീവിൽ ക്ലോസ് ചെയ്തതുകൊണ്ട് മൊത്തത്തിൽ മാർക്കറ്റ് വലിയ തോതിൽ താഴോട്ടേക്ക് പോകാതെ പിടിച്ചു നിന്നതായിട്ട് നമുക്ക് കാണാം. അപ്പോൾ തീർച്ചയായിട്ടും അവിടെ വളരെ മിക്സഡ് ആയിട്ടുള്ള ഡൊമസ്റ്റിക് ക്യൂസും ഗ്ലോബൽ ക്യൂസും ഒക്കെ ഈ ഒരു കഴിഞ്ഞ ആഴ്ചയുടെ വോളറ്റിലിറ്റിക്ക് കാരണമായിരുന്നു. അപ്പോൾ മാർക്കറ്റ് മൂഡ് ഇൻഡെക്സ് നമ്മൾ പരിശോധിച്ചാൽ കഴിഞ്ഞ ആഴ്ചയുടെ തുടക്കത്തിൽ ഗ്രീഡി സോണിൽ ഉണ്ടായിരുന്ന മാർക്കറ്റ് പിന്നീടുള്ള ലാസ്റ്റ് 4 ട്രേഡിംഗ് സെഷനിൽ ഫിയർ സോണിലേക്ക് പോയതായിട്ടും കാണാം. കഴിഞ്ഞ ആഴ്ചയിലെ ബ്രോഡ് മാർക്കറ്റ് ഇൻഡെക്സുകളുടെ ഒരു പെർഫോമൻസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നിഫ്റ്റി 50 -0.53% ഡൗൺ ആയിരുന്നു. നിഫ്റ്റി നെക്സ്റ്റ് 50 -0.29% ഡൗൺ ആയിരുന്നു. നിഫ്റ്റി മിഡ് ക്യാപ്പ് 150 0.25% ഡൗൺ ആയിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ നെക്സ്റ്റ് 50യും മിഡ് ക്യാപ്പ് ഇൻഡെക്സും നിഫ്റ്റിയെ ബീറ്റ് ചെയ്തതായിട്ട് നമുക്ക് കാണാം. എന്നാൽ സ്മോൾ ക്യാപ്പ് ഇൻഡെക്സിലേക്ക് വന്നു കഴിഞ്ഞാൽ സ്മോൾ ക്യാപ്പ് 250 ഇൻഡെക്സ് -0.59% ഡൗൺ ആയിരുന്നു. അപ്പോൾ അതിന് നിഫ്റ്റിയെ ബീറ്റ് ചെയ്യാൻ സാധിച്ചിട്ടില്ല. അതുപോലെ മൈക്രോ ക്യാപ്പ് 250 പക്ഷേ കുറച്ചും കൂടി മെച്ചപ്പെട്ട പ്രകടനം നടത്തിക്കൊണ്ട് 0.37% എന്ന ലെവലാണ് കാണുന്നത്. അപ്പോൾ കഴിഞ്ഞ ആഴ്ചയിലെ മാർക്കറ്റ് വോളറ്റിലിറ്റി ഇൻഡെക്സിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതായിരുന്നില്ല, ബ്രോഡ് മാർക്കറ്റിലും അത് പ്രകടമായിരുന്നു. നമ്മൾ സെക്ടർ വൈസ് പെർഫോമൻസ് നോക്കിക്കഴിഞ്ഞാൽ പ്രധാനപ്പെട്ട പെർഫോമൻസ് നടത്തിയ സെക്ടർ പറയുകയാണെങ്കിൽ നിഫ്റ്റി മെറ്റലും അതുപോലെ നിഫ്റ്റി കമ്മോഡിറ്റീസും നിഫ്റ്റി എനർജി സെക്ടറുമാണ്. എന്നാൽ ഏറ്റവും മോശം പെർഫോമൻസ് കാണുന്നത് നിഫ്റ്റി IT-യും അതുപോലെ നിഫ്റ്റി FMCGയും അതുപോലെ നിഫ്റ്റി PSU കമ്പനികളും അതുപോലെ നിഫ്റ്റി PSU ബാങ്കും അതുപോലെ നിഫ്റ്റി മീഡിയയും ഈ 4 സെഗ്മെന്റാണ് ഏറ്റവും മോശം പെർഫോമൻസ് കഴിഞ്ഞ ആഴ്ച നടത്തിയായിട്ട് നമ്മൾ കാണുന്നത്. ഏതായാലും കഴിഞ്ഞ ആഴ്ച ലാസ്റ്റ് 2 ട്രേഡിംഗ് സെഷനിൽ നിഫ്റ്റി പോസിറ്റീവിൽ ക്ലോസ് ചെയ്തിട്ടുണ്ടെങ്കിലും അതിനുശേഷമുള്ള US മാർക്കറ്റിൻ്റെ ക്ലോസിങ് വളരെ അപകടകരമായ രീതിയിലായിരുന്നു. ഇപ്പോൾ US മാർക്കറ്റ് ഇൻഡെക്സുകളൊക്കെ നെഗറ്റീവിൽ ക്ലോസ് ചെയ്തതായിട്ട് കാണാം. അവിടെ നാസ്ഡാക്കിൽ വലിയ തോതിലുള്ള ക്രാഷ് ഉണ്ടായതായിട്ടും കാണാം. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ഫോൾ US മാർക്കറ്റിൽ ഉണ്ടാവാനുള്ള ഒരു കാരണമായിട്ട് കാണുന്നത് ബ്രോഡ്കോം എന്ന് പറയുന്ന സ്റ്റോക്കിൽ ഉണ്ടായിട്ടുള്ള 11% ഒരു ക്രാഷാണ്. ഈ കമ്പനിയുടെ റിസൾട്ട് വന്നിരുന്നു, അത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു പ്രോഫിറ്റാണ് അത് രേഖപ്പെടുത്തിയത്. അപ്പോൾ അത് അനലിസ്റ്റുകളുടെ എക്സ്പെക്ടേഷനെ ബീറ്റ് ചെയ്ത റിസൾട്ട് തന്നെയായിരുന്നു. ഈ ബ്രോഡ്കോം എന്ന് പറയുന്നത് S&P 500 വെയിറ്റേജ് ഉള്ള ഒരു കമ്പനി കൂടിയാണ്. അപ്പോൾ ഈ ബ്രോഡ്കോമിൻ്റെ റിസൾട്ട് നന്നായിട്ട് വന്നിട്ടുണ്ടെങ്കിലും ഫൈനാൻഷ്യൽ ഫോർകാസ്റ്റിൽ ഇൻവെസ്റ്റേഴ്സിനുണ്ടായ സംശയമാണ് ആ സ്റ്റോക്കിൽ ഒരു ക്രാഷിന് കാരണം പ്രോഫിറ്റ് മാർജിൻ എത്രമാത്രം ഉണ്ടാകുമെന്നതിനെക്കുറിച്ച് ഇപ്പോഴും ഇൻവെസ്റ്റേഴ്സ് സംശയിക്കുകയാണ്. അപ്പോൾ ഈ AI റിലേറ്റഡ് സ്റ്റോക്കുകളിൽ അവർ നടത്തുന്ന വമ്പിച്ച ഇൻവെസ്റ്റ്മെൻറ്റ് ഇത്രമാത്രം ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിക്കൊണ്ട് അതിനുമാത്രം റിട്ടേൺ ഈ കമ്പനികൾക്ക് ജനറേറ്റ് ചെയ്യാൻ കഴിയുമോ എന്ന ഒരു സംശയം അവിടെ ബാക്കി നിൽക്കുന്നുണ്ട്. അത്തരത്തിലുള്ളൊരു സംശയമാണ് ഇപ്പോൾ ബ്രോഡ്കോമിൽ വന്നിട്ടുള്ളത്. ഇപ്പോൾ ഈ ബ്രോഡ്കോമിൻ്റെ ഫോള് മറ്റ് AI റിലേറ്റഡ് സ്റ്റോക്കുകളിലും നടന്നതായിട്ട് കാണാം. ഇപ്പോൾ സെലസ്റ്റിക്ക അതുപോലെ ഫൈബർ ഒപ്റ്റിക് സ്റ്റോക്കായിട്ടുള്ള ലുമെൻറ്റം അതുപോലെ സിയാന പോലെയുള്ള സ്റ്റോക്കുകളിലും ഇതേപോലെയുള്ള ഫോൾ നമുക്ക് കാണാം. അതിന് മുമ്പത്തെ ദിവസങ്ങളിലാണ് ഒറാക്കിൾ എന്ന് പറയുന്ന സ്റ്റോക്കിൽ വമ്പിച്ച ക്രാഷ് ഉണ്ടായത്. അവിടെയും ഒറാക്കിൾ നല്ല പ്രോഫിറ്റ് ഷോ ചെയ്തിട്ടുണ്ടെങ്കിലും അനലിസ്റ്റുകൾ ഇവിടെയും AI റിലേറ്റഡ് ആയിട്ടുള്ള സ്പെൻഡിങ്ങിൽ ഒറാക്കിൾ എത്രമാത്രം പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യും എന്ന കാര്യത്തിൽ ഇപ്പോഴും സംശയാലുക്കളാണ്. അപ്പോൾ ഇനിയും ബില്യൺസ് ഓഫ് ഡോളേഴ്സ് ആണ് AI ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിന് വേണ്ടി പല കമ്പനികളും സ്പെൻഡ് ചെയ്യുന്നത്. എന്നാൽ കമ്പനി ഭാവിയിൽ ഉണ്ടാക്കാൻ പോകുന്ന റിട്ടേൺ അത് ഈ ഒരു സ്പെൻഡിങ്ങിന് ആനുപാതികമായിട്ട് വരുമോ എന്ന കാര്യത്തിലാണ് ഇവിടെ ഡൗട്ട് ഉയർന്നു വന്നിരിക്കുന്നത്. അപ്പോൾ തിങ്കളാഴ്ച മാർക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ഈ ഒരു US ടെക് സ്റ്റോക്കുകളിൽ ഉണ്ടായിട്ടുള്ള ക്രാഷ് എത്രമാത്രം നമ്മുടെ മാർക്കറ്റിനെ സ്വാധീനിക്കുമെന്നത് നമ്മൾ കാത്തിരുന്ന് കാണേണ്ടതാണ്. എന്നാൽ അവിടെ IT സ്റ്റോക്കുകളിൽ ഈ ഒരു എഫക്റ്റ് ഉണ്ടാകുമോ എന്നാണ് പൊതുവെ സംശയിക്കുന്നത്. പക്ഷെ അവിടെ ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യം, ഇന്ത്യൻ IT കമ്പനികൾ AI റിലേറ്റഡ് ആയിട്ടുള്ള ഒരു റാലി അവിടെ നടന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഒരു ക്രാഷ് IT സ്റ്റോക്കുകളിൽ നടക്കാനുള്ള സാധ്യത കുറവാണ്. ഇനി ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ അടുത്ത ആഴ്ച പ്രധാനപ്പെട്ട ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന കാര്യം ഇൻഫ്ലേഷൻ ഡാറ്റകളാണ്. അപ്പോൾ ഓൾറെഡി ഇന്ത്യയുടെ കൺസ്യൂമർ പ്രൈസ് ഇൻഫ്ലേഷൻ ഡാറ്റ വന്നു കഴിഞ്ഞു. അത് 0.71 എന്നുള്ള ഒരു പെർസെൻറ്റേജ് ആണ് കാണിച്ചത്. എക്സ്പെക്ട് ചെയ്തത് 0.70 ആണ്. അതിനോട് മാച്ച് ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് വന്നത്. എന്നാൽ പ്രീവിയസ് നമുക്കറിയാം 0.25 എന്നുള്ള റെക്കോർഡ് ലോയിലേക്കാണ് ഇൻഫ്ലേഷൻ പോയിരുന്നത്. അവിടെ നിന്ന് ഇപ്പോൾ ഇൻഫ്ലേഷൻ കുറച്ച് വർദ്ധിച്ചതായിട്ട് കാണാം. ഇതേപോലെ ഹോൾസെയിൽ പ്രൈസ് ഇൻഫ്ലേഷൻ ഡാറ്റയും വരാൻ പോകുന്നുണ്ട്. അത് ഡിസംബർ 15 വരിക. ഇപ്പോൾ കഴിഞ്ഞ ഒക്ടോബറിൽ -1.21% എന്നുള്ള വളരെയധികം ലോ ആയിട്ടുള്ള ഒരു ഹോൾസെയിൽ പ്രൈസ് ഇൻഫ്ലേഷനാണ് ഉണ്ടായത്. അപ്പോൾ ഇപ്പോൾ എക്സ്പെക്ട് ചെയ്യുന്നത് 0.60 എന്നുള്ള ലെവലിലുള്ള ഒരു ഇൻഫ്ലേഷനാണ്. അപ്പോൾ ഈ ഹോൾസെയിൽ പ്രൈസ് ഇൻഫ്ലേഷൻ ഇത്രമാത്രം താഴാനുള്ള ഒരു കാരണം ഫുഡ് ഐറ്റത്തിന് വലിയ തോതിൽ പ്രൈസ് കുറഞ്ഞതാണ്. ഇപ്പോൾ പൾസ് ആയാലും വെജിറ്റബിൾസ് പോലെയുള്ള ഡെയിലി നീഡ്സ് ആയിട്ടുള്ള ഫുഡ് മെറ്റീരിയൽസിന് കുറഞ്ഞ പ്രൈസ് കൂടാതെ
ഫ്യൂവൽ പ്രൈസിലുണ്ടായിട്ടുള്ള കുറവും ഇത്തരത്തിലുള്ള ലോ ഇൻഫ്ലേഷനിലേക്ക് നയിക്കാൻ കാരണമായിട്ടുണ്ട്. ഇത് കൂടാതെ US-ന്റെ ഇൻഫ്ലേഷൻ ഡാറ്റയും വരുന്നുണ്ട്. അത് 18-ാം തീയതിയാണ് വരുന്നത്. അതും വളരെ ക്രൂഷ്യലാണ്. കാരണം ഇപ്പോൾ ഓൾറെഡി റേറ്റ് കട്ട് നടത്തിയിട്ടുള്ള US ഫെഡറൽ റിസർവ് നെക്സ്റ്റ് ഇയറിലുള്ള റേറ്റ് കട്ടിനെ കുറിച്ച് ഒരു തീരുമാനവും പറഞ്ഞിരുന്നില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഒരു ഇൻഫ്ലേഷൻ അത്തരത്തിലുള്ള ഒരു തീരുമാനത്തിലേക്ക് ഫെഡറൽ റിസർവിനെ നയിക്കുമോ എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ കഴിഞ്ഞ ഇൻഫ്ലേഷൻ 3 എന്നുള്ള ലെവലിൽ ചുറ്റിപ്പറ്റിയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ആ ലെവലിലേക്ക് തന്നെ നിലനിൽക്കുകയാണെങ്കിൽ അത് US മാർക്കറ്റിൽ പോസിറ്റീവായിരിക്കും. ഇനി നമ്മൾ ഇന്ത്യൻ മാർക്കറ്റിൽ അടുത്ത ആഴ്ച പ്രധാനമായിട്ടും നമ്മൾ ഉറ്റുനോക്കുന്ന ഒരു കാര്യം ഇന്ത്യ-US ട്രേഡ് ഡീലുമായി ബന്ധപ്പെട്ടാണ്. അപ്പോൾ US ഡെലിഗേറ്റ്സ് കഴിഞ്ഞ ആഴ്ച ഇന്ത്യയിൽ വന്നിട്ട് അവർ 2 ദിവസത്തെ ഒരു ട്രേഡ് ടോക്ക് നടത്തുകയുണ്ടായി. അത് വളരെ പ്രോഗ്രസിംഗ് ആയിട്ടും വളരെ ഫോർവേഡ് ലുക്കിംഗ് ആയിട്ടുള്ള ഒരു കൺസ്ട്രക്റ്റീവ് ആയിട്ടുള്ള ഒരു ട്രേഡ് ടോക്ക് ആയിട്ടാണ് പൊതുവെ വാർത്തയിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അത് കൂടാതെ തന്നെ ഡൊണാൾഡ് ട്രംപും PM മോഡിയും തമ്മിൽ നടന്ന ടെലിഫോണിക് സംഭാഷണങ്ങളും ഈ ഒരു ട്രേഡ് ഡീലിനെ കുറച്ചുകൂടി കൺസ്ട്രക്റ്റീവായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിച്ചിട്ടുണ്ട്. ഇതുകൂടാതെ US-ൽ ഇപ്പോൾ ട്രംപിനെതിരെ ഇത്തരത്തിലുള്ള അഡീഷണൽ താരിഫ് പെനാൾട്ടി താരിഫുകൾ ഇന്ത്യക്കെതിരെയും ബ്രസീലിനെതിരെയും ഒക്കെ ഏർപ്പെടുത്തിയതിനെ ചോദ്യം ചെയ്തുകൊണ്ട് അവിടുത്തെ ജനപ്രതിനിധികൾ മുന്നോട്ടൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ സൃഷ്ടിച്ചിട്ടുള്ള ആ ഒരു അന്തരീക്ഷത്തിൽ എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ ഈ അഡീഷണൽ ആയിട്ടുള്ള ആ ഒരു പെനാൽറ്റി ആയി വന്നിട്ടുള്ള 25% താരിഫ് എടുത്തു കളയാനുള്ള സാധ്യതയാണ് മൊത്തത്തിൽ കാണുന്നത്. അത് ഈ ഒരു ആഴ്ച നടക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ മാർക്കറ്റിൽ അത് നല്ലൊരു ബൂസ്റ്റിംഗ് നൽകുന്ന ഒരു കാറ്റലിസ്റ്റ് ആയിട്ട് തീർച്ചയായിട്ടും നിൽക്കും. എന്നാൽ നമ്മുടെ മാർക്കറ്റിൽ ഇപ്പോഴും ഒരു നെഗറ്റീവായിട്ട് നിൽക്കുന്നത് റൂപ്പിയുടെ വീക്ക്നെസ് തന്നെയാണ്. 90.59 എന്ന ലെവലിലാണ് ഇപ്പോൾ നമ്മൾ റൂപ്പി കാണുന്നത്. ഇപ്പോൾ ഫോറിൻ ഔട്ട്ഫ്ലോ കണ്ടിന്യൂസ് ആയിട്ട് തുടരുന്നതിനാൽ ഈ റൂപ്പി ഡിപ്രിസിയേഷൻ കൂടുതൽ വഷളായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ ഫോറക്സ് മാർക്കറ്റിലുള്ള എക്സ്പേർട്ടുകൾ പറയുന്നത് ഡോളർ ഡിമാൻഡ് ശക്തമായി വർദ്ധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഇമ്പോർട്ട് ചെയ്യുന്ന പ്രീഷ്യസ് മെറ്റൽസ്, ഇപ്പോൾ ഗോൾഡ് സിൽവർ പോലെയുള്ള പ്രീഷ്യസ് മെറ്റൽസിന് വേണ്ടിയാണ് പ്രധാനമായിട്ടും ഈ ഡോളർ ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ് ഇത്ര വലിയൊരു ഫോള് റൂപ്പിയിൽ ഉണ്ടായത് എന്നുള്ളതാണ്. ഇതുകൂടാതെ നമ്മൾ FIIs-ന്റെ ആക്ടിവിറ്റീസ് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ആഴ്ച അവർ കണ്ടിന്യൂസ്ലി സെല്ലേഴ്സ് ആയിട്ട് മാറിയതായിട്ട് കാണാം. വലിയ തോതിലുള്ള ഹെവി സെല്ലിംഗ് ആണ് അവർ നടത്തിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു ഡാറ്റ പോയിന്റ് വളരെ ശ്രദ്ധേയമാണ്. കാരണം ഈ 2025 ഇതുവരെ അവർ സെല്ല് ചെയ്ത നമ്പർ ഓഫ് ട്രേഡിംഗ് ഡേയ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ അത് കഴിഞ്ഞ 20 വർഷത്തെ ഏറ്റവും ഹൈ ആണ്. 234 ട്രേഡിംഗ് സെഷനാണ് ഇതുവരെ ഉണ്ടായിരുന്നത്. അതിൽ 141 ട്രേഡിംഗ് സെഷനിലും അവർ സെല്ലേഴ്സ് ആയിരുന്നു. അപ്പോൾ 2022 ഇതേപോലെ അവർ സെല്ല് ചെയ്ത് അന്ന് 146 ട്രേഡിംഗ് സെഷനിലാണ് അവർ സെല്ലേഴ്സ് ആയത്. എന്നാൽ ഓൾ ടൈം റെക്കോർഡ് നമ്മൾ നോക്കുകയാണെങ്കിൽ 154 ദിവസത്തെ ട്രേഡിംഗ് ഡേയിലാണ് അവർ ഹയസ്റ്റ് നമ്പർ ഓഫ് ഡേയ്സ് സെല്ല് ചെയ്തത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇനി വരുന്ന ദിവസങ്ങളിലൊക്കെ FIIs സെല്ലിങ് തന്നെയാണ് നടത്തുന്നതെങ്കിൽ ഒരു പക്ഷേ ഈ 2008 റെക്കോർഡിനടുത്തേക്ക് FII സെല്ലിങ്ങിൻ്റെ ആ ഒരു ഇൻറ്റൻസിറ്റി വർദ്ധിക്കുമെന്ന് നമുക്ക് കാണാം. ഇനി നമ്മൾ ഷൂട്ടപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഗോൾഡ് പ്രൈസും സിൽവർ പ്രൈസും നോക്കുകയാണെങ്കിൽ ഇപ്പോൾ അതിനെ നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൽ റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്ന ETF-കൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഗോൾഡ് ബീസ് കഴിഞ്ഞ ആഴ്ച 2.91% അപ്പായിരുന്നു. അതുപോലെ സിൽവർ ബീസ് വലിയ തോതിൽ ഗോൾഡിനെയും ബീറ്റ് ചെയ്തുകൊണ്ട് 8.13% ആണ് കഴിഞ്ഞ ഒരാഴ്ച മാത്രം അപ്പായത്. അപ്പോൾ ആ ഫെഡറൽ റിസർവിൻ്റെ റേറ്റ് കട്ട് ഏറ്റവും പോസിറ്റീവായി വന്നിട്ടുള്ളത് ഈ 2 പ്രീഷ്യസ് മെറ്റലിലാണ് നമുക്ക് കാണാൻ കഴിയും. ഇനി നിഫ്റ്റിയുടെ ഒരു ടെക്നിക്കൽ ചാർട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ 20-ഡേ മൂവിംഗ് ആവറേജ് ആയിട്ടുള്ള 25,950 ആ ഒരു ലെവലിനെ ബ്രേക്ക് ചെയ്ത് മുകളിലാണ് ഇപ്പോൾ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്ത് നിൽക്കുന്നത്. അപ്പോൾ ഈ ഒരു ലെവലിൽ നിൽക്കുന്നിടത്തോളം കാലം 26,300 എന്നുള്ള ആ ഒരു ഓൾ ടൈം ഹൈയിലേക്ക് അതിനെ ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യതയാണ് നമുക്ക് നിഫ്റ്റിയിലുള്ളത്. എന്നാൽ ഈ ഒരു ലെവലിൽ ഇപ്പോൾ നാളത്തെ മാർക്കറ്റ് പ്രത്യേകിച്ച് US-ലുള്ള ടെക് സ്റ്റോക്കുകൾ AI റിലേറ്റഡ് ഫോൾ കാരണം ഏതെങ്കിലും വിധത്തിൽ താഴേക്ക് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവിടെ 25,700 അടുത്തൊരു സപ്പോർട്ട് ലെവലായിട്ട് നമുക്ക് കാണാൻ കഴിയുക. ഇപ്പോൾ F&O മാർക്കറ്റിൽ ഓപ്പൺ ഇൻട്രസ്റ്റുകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയുടെ ഹയസ്റ്റ് കോൾ സൈഡിലുള്ള ഓപ്പൺ ഇൻട്രസ്റ്റ് 26,200 പുട്ട് സൈഡിലുള്ള ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് 26,000 അപ്പോൾ ഈ 26,000-നും 26,200-നും ഇടയിൽ ചുറ്റിപ്പറ്റിയാണ് മാർക്കറ്റ് പൊസിഷൻ ഇപ്പോൾ നിൽക്കുന്നതെങ്കിലും മറ്റന്നാളത്തെ എക്സ്പയറുമായി ബന്ധപ്പെട്ടിട്ട് എത്രമാത്രം ഇത് വളറ്റൈലാകുമെന്ന് നമുക്കിപ്പോൾ പറയാൻ കഴിയാത്തൊരവസ്ഥയിലാണുള്ളത്. ഇനി നമ്മൾ IPO മാർക്കറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ പുതുതായിട്ട് ഒരു IPO മാത്രമാണ് നെക്സ്റ്റ് വീക്ക് നമുക്ക് കാണാൻ കഴിയുക. അത് KSH ഇൻ്റർനാഷണലിൻ്റെ IPO ആണ്. അപ്പോൾ KSH ഇൻ്റർനാഷണൽ എന്ന് പറയുന്നത് മാഗ്നറ്റ് വൈൻഡിങ് വയേഴ്സ് അതിൻ്റെ 3rd ലാർജസ്റ്റ് ഇന്ത്യയിലെ ഒരു മാനുഫാക്ചറാണ് ഈ ഒരു കമ്പനി. ഇപ്പോൾ KSH എന്നുള്ള ബ്രാൻഡിൽ ഇവർ ഇൻ്റർനാഷണലായിട്ട് ഇപ്പോൾ പവർ മേഖലയിലും റിന്യൂവബിൾ മേഖലയിലും റെയിൽവേയിലും ഓട്ടോമോട്ടീവ് മേഖലയിലും ഇൻഡസ്ട്രിയൽ മേഖലയിലുമൊക്കെ ഇവരുടെ ഈ ഒരു വയറിംഗ് സൊല്യൂഷൻ പ്രത്യേകിച്ച് ഈ മോട്ടോർ വൈൻഡിങ് വയറുകൾ
അത് സപ്ലൈ ചെയ്യുന്ന ഒരു കമ്പനിയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു IPO അതിൻ്റെ പ്രൈസ് ബാൻഡ് കാണുന്നത് 365, 384 എന്നുള്ള ലെവലിലാണ്. അപ്പോൾ 710 കോടിയുടെ ഒരു ഇഷ്യൂ സൈസുള്ള ഒരു IPO ആണിത്. അതിൽ 420 കോടിയോളം ഫ്രഷ് ഇഷ്യൂ ആണ്, 290 കോടി ഓഫർ ഫോർ സെയിലുമാണ്. അപ്പോൾ കമ്പനിയുടെ ഒരു ഫൈനാൻഷ്യൽ നമ്മൾ നോക്കുകയാണെങ്കിൽ അതിൻ്റെ ടോപ്പ് ലൈൻ ആയാലും ബോട്ടം ലൈൻ ആയാലും മോശമല്ലാത്തൊരു പെർഫോമൻസ് ആണ് കാണാൻ കഴിയുക. അതിൻ്റെ എക്സ്പോർട്ട് വോളിയൂം ഇയർ ഓൺ ഇയർ വർദ്ധിക്കുന്നതായിട്ട് കാണാം. എന്നാൽ ഇതിൻ്റെ IPO പ്രൈസ് ഫുള്ളി പ്രൈസ്ഡ് ആണ്. അപ്പോൾ ലിസ്റ്റിംഗ് ഗെയിനിന് വേണ്ടി സ്വാഭാവികമായിട്ട് ഈ IPOക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ നിലവിൽ ഓപ്പണായിട്ട് ഇപ്പോൾ നിൽക്കുന്നത് ICICI Prudential AMCയുടെ IPO ആണ്. അതിൻ്റെ ഗ്രേ മാർക്കറ്റ് പ്രീമിയം ഇപ്പോൾ നോക്കുമ്പോൾ അത് നന്നായിട്ട് ഇമ്പ്രൂവ് ആയതായിട്ട് കാണാം. 13% ഒരു ഗ്രേ മാർക്കറ്റ് പ്രീമിയം ഇപ്പോൾ കാണിക്കുന്നുണ്ട്. അതേപോലെ ഓൾറെഡി ക്ലോസ് ആയിട്ടുള്ള വേക്ക് ഫിറ്റ് ഇന്നോവേഷൻസിൻ്റെ IPOയുടെ ഗ്രേ മാർക്കറ്റ് പ്രീമിയം വളരെ പുവറാണ്, 2.56 എന്നുള്ള ഒരു GMP ആണ് നമ്മൾ കാണുന്നത്. അതുപോലെ പാർക്ക് മെഡി വേൾഡ് എന്നുള്ള ഹോസ്പിറ്റൽ സെഗ്മെന്റിലുള്ള സ്റ്റോക്കിന്റെ IPOയും അതിന്റെ ഗ്രേ മാർക്കറ്റ് പ്രീമിയം 4.32 എന്നുള്ള വളരെ പുവർ ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ആണ് കാണുന്നത്. അതുപോലെ നെഫ്രോ കെയർ ഹെൽത്തിന്റെ IPOയിൽ 7.17% ഒരു നേരിയൊരു GMP ആണ് കാണുന്നത്. അതുപോലെ കൊറോണ റെമഡീസിൻ്റെ IPOയിൽ പക്ഷേ കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള നല്ലൊരു പെർഫോമൻസ് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ നല്ലൊരു ലിസ്റ്റിംഗ് ഗെയിൻ സാധ്യത ഈ സ്റ്റോക്ക് ഈ ഒരു IPOകളിൽ നമുക്ക് കാണാൻ കഴിയുന്നത് കൊറോണ റെമഡീസിൻ്റെതാണ്. 29.94 ഓൾമോസ്റ്റ് 30% ഒരു ലിസ്റ്റിംഗ് ഗെയിൻ സാധ്യതയാണ് GMP സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഏതായാലും നമുക്കത് ലിസ്റ്റിംഗ് ഡേയിൽ കാണാവുന്നതാണ്. ഇനി നമ്മൾ നെക്സ്റ്റ് വീക്ക് മാർക്കറ്റിൽ ശ്രദ്ധിക്കേണ്ട ചില സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ ഒന്ന് ഇന്റർഗ്ലോബ് ഏവിയേഷൻ ആണ്. അപ്പോൾ ഇൻഡിഗോയുടെ ആ ഒരു വിമാന സർവീസുകൾ വീണ്ടും അത് നോർമലൈസ് ചെയ്യപ്പെട്ടതായിട്ടാണ് വാർത്തകളിൽ കാണുന്നത്. അപ്പോൾ ഈ ഗവൺമെൻറ് ടൈറ്റായിട്ടുള്ള സേഫ്റ്റി റെഗുലേഷൻസും സെക്യൂരിറ്റീസും കൊണ്ടുവന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവർ ഡിസംബർ 5 മുതൽ ഇവരുടെ ധാരാളം ഫ്ലൈറ്റുകൾ ക്യാൻസൽ ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലുണ്ടായ ഒരു പ്രതിസന്ധി അതിപ്പോൾ പരിഹരിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ ആ ഒരു പ്രതിസന്ധി കാരണം ഈ സ്റ്റോക്കിലും അതിൻ്റെ പ്രൈസിലും വലിയ ഫോൾ ഉണ്ടായതായിട്ട് കാണാം. ഇപ്പോൾ കഴിഞ്ഞ ഒരു മാസം നമ്മൾ നോക്കുകയാണെങ്കിൽ 17% ഫോളാണ് ഈ ഇന്റർഗ്ലോബ് ഏവിയേഷനിൽ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഈ 6000 രൂപയുടെ അടുത്ത് ട്രേഡ് ചെയ്തുകൊണ്ടേയിരുന്ന ഒരു സ്റ്റോക്കാണ് 4800 എന്ന ലെവലിൽ ഇപ്പോൾ നമ്മൾ കാണുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെ കമ്പനിയുടെ ഓപ്പറേഷൻസ് ഓൾമോസ്റ്റ് 90% നോർമലൈസ് ചെയ്ത സ്ഥിതിക്ക് പഴയ പ്രൈസിലേക്ക് അല്ലെങ്കിലും നേരിയൊരു ബൈങ് ഈ സ്റ്റോക്കിൽ ഉണ്ടാവാനുള്ള സാധ്യതയാണ് നെക്സ്റ്റ് വീക്ക് നമുക്ക് കാണാൻ കഴിയുന്നത്. അടുത്തൊരു സ്റ്റോക്ക് ഭാരത് ഇലക്ട്രോണിക്സ് ആണ്. ഇതിന് 776 കോടി രൂപയുടെ പുതിയ ഡിഫൻസ് ഓർഡറുകൾ ലഭിച്ചതായിട്ട് കാണാം. അപ്പോൾ ഈ ഡിഫൻസ് മേഖലയിൽ ഈ സ്റ്റോക്കിൽ നല്ല ഒരു ഓർഡർ പൈപ്പ് ലൈൻ നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ നിലവിൽ ഡൗൺ ട്രെൻഡിൽ പോയിക്കൊണ്ടിരിക്കുന്ന സ്റ്റോക്കിൽ ജീവൻ വെക്കാൻ ഒരു പക്ഷേ ഈ രീതിയിലുള്ള ഓർഡർ ബുക്കുകൾ ഈ കമ്പനിയെ സഹായിച്ചെന്ന് വരാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സ്റ്റോക്കും നമ്മൾ വാച്ച് ചെയ്യേണ്ടതാണ്. മറ്റൊരു സ്റ്റോക്ക് വിപ്രോ ആണ്. ഗൂഗിൾ ക്ലൗഡുമായിട്ടുള്ള ഇവരുടെ പങ്കാളിത്തം കുറച്ചുകൂടി വിപുലപ്പെടുത്താൻ ഇവർ തീരുമാനിച്ചിരിക്കുകയാണ്. ഇവരുടെ സ്വന്തം സിസ്റ്റങ്ങളിൽ ഇവർ ഗൂഗിളിൻ്റെ AI ടൂളായിട്ടുള്ള ജെമിനി എൻ്റർപ്രൈസ് ഉപയോഗിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇത് ആദ്യം ഇവരുടെ സ്വന്തം സ്ഥാപനങ്ങളിൽ ഉപയോഗിച്ചുകൊണ്ട് അതിൻ്റെ ടെസ്റ്റ് റിസൾട്ടുകളൊക്കെ പോസിറ്റീവ് ആയിക്കഴിഞ്ഞാൽ ഇവരുടെ എല്ലാ പ്രൊഡക്റ്റ് പോർട്ട്ഫോളിയോകളിലേക്കും അപ്ലൈ ചെയ്യാനാണ് അവർ തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ വിപ്രോ സ്റ്റോക്ക് ഇത്തരത്തിലുള്ള ടെക്നോളജി അഡാപ്റ്റേഷൻ സ്പീഡായിട്ട് സ്വീകരിക്കുന്ന ഒരു കമ്പനിയായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഈ സ്റ്റോക്ക് നമുക്ക് വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്യാവുന്നതാണ്. മറ്റൊരു സ്റ്റോക്ക് KEC ഇൻ്റർനാഷണൽ ആണ്. 1650 കോടിയുടെ പുതിയ ഓർഡറാണ് ഇവർക്ക് സിവിൽ ട്രാൻസ്മിഷൻ ഡിസ്ട്രിബ്യൂഷൻ മേഖലയിൽ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ കമ്പനിയുടെ അടുത്ത ക്വാർട്ടർ നല്ല റിസൾട്ട് വരാനുള്ള സാധ്യതയുമുണ്ട്. അപ്പോൾ അവരുടെ ആ ഒരു ഓർഡർ പൈപ്പ് ലൈൻ കൂടുതൽ ശക്തമായിക്കൊണ്ടിരിക്കുന്നതായിട്ട് കാണാം. അതുകൊണ്ട് തന്നെ ഈ സ്റ്റോക്ക് നമുക്ക് വാച്ച് ലിസ്റ്റ് ആഡ് ചെയ്യാവുന്നതാണ്. മറ്റൊരു സ്റ്റോക്ക് നമ്മൾ കാണുന്നത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. അപ്പോൾ ഈ റിപ്പോ റേറ്റ് RBI കുറച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവരുടെ ലോണിൻ്റെ പലിശ നിരക്ക് കുറച്ചിട്ടുണ്ട്. 0.25% ആണ് കുറച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കൂടുതൽ ലോൺ ഗ്രോത്ത് SBIയിൽ വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട്. കമ്പനിയുടെ മാർജിനെ കുറച്ച് കാലത്തേക്കെങ്കിലും മോശമായിട്ട് ബാധിക്കാനുള്ള സാധ്യതയുമുണ്ട്. അടുത്തൊരു സ്റ്റോക്ക് നമ്മൾ കാണുന്നത് ഡോക്ടർ റെഡ്ഡീസ് ലബോറട്ടറീസ് ആണ്. അപ്പോൾ ഈ കമ്പനി നമുക്കറിയാം അതിൻ്റെ ജനറിക് മെഡിക്കേഷൻസും ആക്റ്റീവ് ഫാർമസ്യൂട്ടിക്കൽ ഇൻഗ്രീഡിയൻസിൻ്റെ കാര്യത്തിലും ഇന്ത്യയിലെ ഒരു ലീഡിംഗ് കമ്പനിയാണ്. ഇവർക്ക് യുണൈറ്റഡ് സ്റ്റേറ്റ്സിലാണ് ഇവരുടെ പ്രധാനപ്പെട്ട മാർക്കറ്റ്. അപ്പോൾ അവിടെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു പ്രസൻസ് ആണ് ഇവർക്കുള്ളത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ US ഇവരുടെ ആന്ധ്രാപ്രദേശിലുള്ള ശ്രീകാകുളത്തുള്ള ആ ഒരു ഫെസിലിറ്റിയിൽ അവിടെ കഴിഞ്ഞ ഡിസംബർ തുടക്കത്തിൽ ഈ 12-ാം തീയതി വരെ നടത്തിയിട്ടുള്ള സൈറ്റ് വിസിറ്റിൻ്റെ അടിസ്ഥാനത്തിൽ 5ഓളം ഒബ്സർവേഷനുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പ്ലാന്റിലെ ചില പ്രോസസ്സുകൾ മെച്ചപ്പെടുത്തുവാനും ഉള്ള കുറേ നിർദ്ദേശങ്ങളും അതിൽ അടങ്ങിയതായിട്ട് കാണാം. അപ്പോൾ അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഒരു പക്ഷേ നെക്സ്റ്റ് വീക്ക് ഈ ഡോക്ടർ റെഡ്ഡീസിൻ്റെ സ്റ്റോക്കിൽ നമുക്ക് കാണാൻ കഴിഞ്ഞേക്കാം. അപ്പോൾ ഇതൊക്കെയാണ് നെക്സ്റ്റ് വീക്ക് മാർക്കറ്റുമായി ബന്ധപ്പെട്ട് നിങ്ങളുമായിട്ട് പങ്കുവെക്കാനുള്ളത്. ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റുകളും അറിയിക്കുക. താങ്ക് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.